അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരു ദിനം ഒരറിവ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിക്കുന്ന ഇൽമുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ രോഗമൊക്കെ മാറ്റി എല്ലാവർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും രോഗികളായി കഴിയുന്നവർ, ടെസ്റ്റുകൾ നടത്തിയിരിക്കുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേരുണ്ട്, പ്രവാസികളൊക്കെ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും ഷിഫാവും അള്ളാഹുവിൻ്റെ കാബലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ മരണം എവിടെ വെച്ചാണെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. വമാ തദിരി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദിരി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാ. ഒരാളുടെ മരണം എപ്പോഴെവിടെ വെച്ചാണ് സംഭവിക്കുക, എവിടെയാണ് ഖബറടക്കുക, ഇത് അള്ളാഹുവിനറിയുന്ന രഹസ്യമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് യാത്ര പോകുന്നവർ, ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ, വിദേശത്ത് പോകുന്നവർ, അങ്ങനെ പോയി മരണപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തൻ്റെ കുടുംബത്തെ ഒന്ന് പോറ്റുന്നതിന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി അന്യനാടുകളിൽ കടന്ന് കഷ്ടപ്പെടാൻ പോയി അവിടെ പോയി രോഗം പിടിപെട്ട് മരണപ്പെടുന്ന ഒരുപാട് പേർ നമ്മളിങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് പേര് അവിടെ ഇങ്ങനെ മരിക്കുന്നൊരവസ്ഥ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വേദനയും വിഷമവും തോന്നും. ഒന്ന് മയ്യത്ത് പോലും കാണാൻ കഴിയാതെ, ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യാൻ പോലും കഴിയാതെ അന്യനാടുകളിൽ കടന്ന് മരണപ്പെടുന്നവർ, അള്ളാഹു അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്ക് കുറച്ച് വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടാകുമെങ്കിലും സ്വന്തം നാടല്ലാതെ മറ്റൊരു നാട്ടിൽ കടന്നു മരണപ്പെടുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് നമ്മളിൽ പലരും ചിന്തിക്കാറില്ല. അപ്പോൾ ഈ പ്രവാസികളായി അന്യനാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ രോഗം വന്നു മരണപ്പെട്ടു അവിടെ ഖബറടക്കപ്പെട്ട അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഹദീസ് ഞാൻ പറയുന്നത്. അവർക്കൊരു സമാധാനം, ഒരു സന്തോഷമുണ്ടാക്കാൻ ഈ ഒരു ഹദീസ് കൊണ്ട് കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഈ ഹദീസ്, അൻ അബ്ദില്ലാഹി ഇബ്നു അംറിൻ റളിയല്ലാഹു അൻഹുമ ഖാല മാത റജുലുൻ ബിൽ മദീന. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ അവിടുന്ന് പറയാം, മാത്ത റജുലും ബിൽ മദീന, മദീനയിൽ ഒരാൾ മരണപ്പെട്ടു, മിമ്മൻ ഉലിദ ബിഹി ഫസ്വല്ലാ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു തആല അൻഹു പറയാം, മദീന ത്വയ്ബയിൽ ജനിച്ച ഒരു വ്യക്തി അവിടെ തന്നെ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് ശേഷം, മുത്തുനബി അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിച്ചതിന് ശേഷം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സുമ്മ ഖാല യാ ലൈതഹു മാത ബിഗൈരി മൗലിദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം ജനിച്ച സ്ഥലത്ത് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് മരിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം ജനിച്ച സ്ഥലത്തല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് മരിച്ചിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നമസ്കരിച്ചതിന് ശേഷം പറഞ്ഞു. ഇത് കേട്ട സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, വലിമാ ദാക യാ റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തേ നബിയെ ഇപ്രകാരം പറയാനുള്ള കാരണമെന്താ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലിമാ ദാക യാ റസൂലല്ലാഹ് എന്ന് പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന റജുല ഇദാ മാത ബിഗൈരി മൗലിദിഹി കീസ ലഹു മിൻ മൗലിദിഹി ഇല്ലാ മുൻഖതിഇ അസരിഹി ഫിൽ ജന്ന. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എന്തേ പറഞ്ഞു കൊടുത്തത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഒരാൾ ജനിച്ച സ്ഥലമല്ലാതെ മറ്റെവിടെയെങ്കിലും മരിച്ചാൽ
സ്വന്തം നാട്ടിലല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിൽ ആ ജനിച്ച സ്ഥലം മുതൽ മരിച്ച സ്ഥലം വരെയുള്ള വഴിദൂരം അളന്ന് അവന് നാളെ അള്ളാഹു സ്വർഗത്തിൽ നൽകപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കേരളത്തിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ പത്തനംതിട്ടയിലോ കണ്ണൂരോ കാസർഗോഡോ മലപ്പുറമോ എവിടെയാകട്ടെ, എവിടെയെങ്കിലും ജനിച്ച് വളർന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ആ ഒരു ലക്ഷ്യത്തോടുകൂടി നല്ല നിയ്യത്തോടുകൂടി ഗൾഫിലേക്ക് പോയി, ദുബൈ ആകട്ടെ, മസ്കറ്റ് ആകട്ടെ, സൗദി ആകട്ടെ, ബഹ്റൈൻ ആവട്ടെ, എവിടെയാകട്ടെ, ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ നാട് മുതൽ അവൻ മരണപ്പെട്ട നാടുവരെയുള്ള അത്രയും വഴിദൂരം നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ അള്ളാഹു ആ മനുഷ്യന് അളന്ന് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ വലിയ പ്രതിഫലമാ സഹോദരങ്ങളെ, എത്രയോ വലിയ പ്രതിഫലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ നാടുമായി, അവൻ്റെ നാട്ടിൽ നിന്നും മറ്റു മരണപ്പെട്ട നാട് എത്രയോ ദൂരം, കിലോമീറ്ററുകളോളം, എത്രയോ കിലോമീറ്ററുകൾ ദൂരം അന്യനാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസികൾ. അള്ളാഹുവേ പടച്ചവനെ, കൊറോണ ബാധിച്ച് എത്രയോ പേര് മരണപ്പെട്ടു പോയി. ഒന്ന് മയ്യത്ത് പോലും നല്ല നിലയിൽ, അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ, അവരൊക്കെ മരണപ്പെട്ട് അവിടെ തന്നെ കബറടക്കി ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. പലരും എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ വാപ്പ എന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ദുഃഖിക്കുന്നവരുണ്ട്. എങ്കിൽ അതിലൂടെ അവർക്ക് അവിടെ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പിന്നെ മറ്റു ചിലർ നാട്ടിലേക്ക് കൊണ്ടുവരും. എത്രയോ ദിവസങ്ങൾ അതിങ്ങനെ ആ മയ്യത്തിനെ വല്ലാതെ വേദനിപ്പിച്ച് കൊണ്ടുവരുന്നവർ. എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അവിടെന്ന് പറഞ്ഞു, ബിഗൈരി മൗലിദിഹി ഖീസ ലഹു മിൻ മൗലിദിഹി ഇല്ലാ മുൻഖത്തിഅ അസരിഹി ഫിൽ ജന്ന. അള്ളാഹു അവൻ്റെ ആ വഴിദൂരം അത്രയും, അവൻ്റെ സ്വന്തം നാടും മരിച്ച നാടും തമ്മിലുള്ള ദൂരം അളന്നിട്ട് ആ അത്രയും സ്ഥലം നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗത്തിൽ നൽകപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ നാടുകളിൽ കടന്ന് കഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോയ ആ പാവപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ഷഹീദിൻ്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബം, ആ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ക്ഷമയും അവർക്ക് ഖൈറായ ഒരു ജീവിതവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മൾ സ്നേഹിക്കുന്നവരെയും നമ്മുടെ കൂട്ടുകാരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുത്തഖീങ്ങളായി മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹദീസ് ഇമാം നസായി തങ്ങൾ തൻ്റെ കിതാബിൽ എഴുതി വെച്ച ഹദീസാണ്. അൽഹംദുലില്ലാ, ഇത് പഠിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യനാടുകളിൽ മരണപ്പെട്ടു പോയി വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ അറിവ് പകർന്ന് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞ് ആ കുടുംബത്തെ സമാധാനിപ്പിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിച്ച് തൃപ്തിയിലായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ 2-3 സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞു. അവർക്ക് വലിയ ഭീതിയിലെ ചെറിയ വിഷമത്തിലൊക്കെയാണ് കുടുംബം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രോഗം അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ ദുആയിൽ ആ പാവങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന വസിയ്യത്തോടെ വആഖിറു ദുആന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.